Silly Point. ക്രിക്കറ്റും ഫുട്ബോളും തമ്മിലുള്ള മുഖ്യമായൊരു വ്യത്യാസം ക്രിക്കറ്റിൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തിപരമായ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഫുട്ബോൾ ഏറിയ കൂറും ടീമിന്റെ സംഘടിതമായ ശ്രമത്തിന്റെ പ്രകടനമാണ്. ക്രിക്കറ്റിൽ സംഘടിത ശ്രമങ്ങൾ ഇല്ലെന്നല്ല, അതുപോലെ ഫുട്ബോളിൽ വ്യക്തിപരമായ പ്രതിഭാവിലാസം ഇല്ലെന്നും പറയാൻ കഴിയില്ല. എന്നാലും ക്രിക്കറ്റിന് വ്യക്തിപ്രതിഭയെയും ഫുട്ബോളിന് സംഘടിത മികവിനെയുമാണ് കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നത്. ഒരു ഉദാഹരണം പറയാം. ക്രിക്കറ്റിൽ ബൗളർ ഓടി വന്ന് ബൗൾ ചെയ്യുമ്പോൾ മറ്റ് ഫീൽഡർമാർ ആ ബൗളിംഗ് കണ്ടു നിൽക്കുകയില്ലേ? ബൗളറുടെ ബൗളിംഗ് ആക്ഷൻ നടക്കുമ്പോൾ മറ്റ് ഫീൽഡർമാർ ആ ബൗളറെ സഹായിക്കുന്നേയില്ല. ഇനി ബാറ്റ്സ്മാൻ ആ പന്ത് നേരിടുമ്പോഴോ ആ സമയത്ത് മറ്റേ അറ്റത്തെ ബാറ്റ്സ്മാനും ഏതാണ്ടൊരു കാഴ്ചക്കാരനാണ്. എന്നാൽ ഫുട്ബോളിൽ അങ്ങനെയല്ല. കളിക്കാർ പന്ത് പരസ്പരം പാസ് ചെയ്ത് മുന്നേറുമ്പോൾ കളിക്കാരുടെ സംഘടിതമായ ശ്രമമാണ് അവിടെ സംഭവിക്കുന്നത്. എന്താണ് ഇങ്ങനെയൊക്കെ ആലോചിക്കാൻ കാരണം? ഇന്ത്യക്കെതിരെയും ന്യൂസിലാൻഡിനെതിരെയും പാകിസ്ഥാൻ സമ്പൂർണ്ണമായി തകർന്നതിന്റെ കാരണം ആലോചിച്ചപ്പോഴാണ് ക്രിക്കറ്റിൽ വ്യക്തിപ്രതിഭയ്ക്ക് നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചു പോയത്. ഏതാണ്ട് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് പാകിസ്ഥാനിൽ കളിച്ചിരുന്ന കളിക്കാരെക്കുറിച്ച് ഒന്ന് ഓർക്കുക. ഒരു ടീമിനെ ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ കെൽപ്പുള്ള 1/2 ഡസൻ കളിക്കാരെങ്കിലും പാകിസ്ഥാൻ അക്കാലത്തുണ്ടായിരുന്നു. 1/2 ഡസൻ എന്ന് പറഞ്ഞത് ഒട്ടും കൂടി പോയിട്ടില്ല. വാസ്തവത്തിൽ അതിനേക്കാൾ അധികമായിരുന്നു പാകിസ്ഥാന്റെ ഗംഭീരന്മാരായ കളിക്കാർ. ഇമ്രാൻ ഖാൻ, വാസിം അക്രം, വഖാർ യൂനിസ്, അബ്ദുൽ ഖാദിർ തുടങ്ങിയ ബൗളർമാർ, സഹീർ അബ്ബാസ്, ജാവേദ് മിയാൻദാദ്, ഇൻസമാം തുടങ്ങിയ ബാറ്റ്സ്മാൻമാർ. ഈ കളിക്കാരുടെ പൂർവ്വചരിത്രം എടുത്താൽ മനസ്സിലാകും അവർക്കെല്ലാം ടീമിനെ ഒറ്റയ്ക്ക് വിജയിപ്പിച്ച ചരിത്രമുണ്ട് എന്ന്. എതിർ ടീമിനെ ബാറ്റ് കൊണ്ടും പന്തുകൊണ്ടും തകർത്ത് തവിട് പൊടിയാക്കാൻ കഴിവുള്ള അതികായന്മാരായിരുന്നു അവരെല്ലാം. ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും പറയാം. 1971 ഇംഗ്ലണ്ടിൽ വെച്ച് പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര നടക്കുന്നു. ബർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റണിൽ നടന്ന 1-ാം ടെസ്റ്റിൽ പാകിസ്ഥാന് ആദ്യത്തെ 2 വിക്കറ്റ് പെട്ടെന്ന് വീണു. പിന്നീട് കണ്ടത് ഒരു ചെറുപ്പക്കാരന്റെ വിളയാട്ടമായിരുന്നു. ആ ചെറുപ്പക്കാരൻ അതിനു മുമ്പ് ആകെ ഒരേ ഒരു ടെസ്റ്റേ കളിച്ചിട്ടുള്ളൂ എന്നും ഓർക്കണം. അവൻ ഇംഗ്ലണ്ടിന്റെ ബൗളർമാരെ തവിട് പൊടിയാക്കി 274 റൺസ് ഒറ്റയ്ക്ക് നേടി. സഹീർ അബ്ബാസ് ആയിരുന്നു ആ കളിക്കാരൻ. കൊടുങ്കാറ്റ് പോലെയായിരുന്നു സഹീർ അബ്ബാസിന്റെ വരവ്. അതേ 1971 പരമ്പരയിൽ പാകിസ്ഥാന് വേണ്ടി മറ്റൊരാൾ കൂടി തന്റെ ടെസ്റ്റ് ജീവിതം ആരംഭിച്ചു, ഇമ്രാൻ ഖാൻ. കളി തുടങ്ങുന്ന അക്കാലത്ത് തന്നെ ഇമ്രാൻ ഖാന് ആന്റി റോബർട്സ്, മൈക്കൽ ഹോൾഡിംഗ്, ഡെനിസ് ലില്ലി തുടങ്ങിയ ലോക ഫാസ്റ്റ് ബൗളിംഗ് വീരന്മാരെക്കാൾ വേഗതയുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പറഞ്ഞവർക്ക് ആർക്കും അറിയാത്ത ഒരു ആയുധപ്രയോഗവും ഇമ്രാൻ വികസിപ്പിച്ചെടുത്തു. റിവേഴ്സ് സ്വിംഗ്. അതായത് ഇൻസ്വിംഗറായി തുടങ്ങി ഔട്ട് സ്വിംഗറായി മാറുന്ന, അല്ലെങ്കിൽ ഔട്ട് സ്വിംഗറായി തുടങ്ങി ഇൻസ്വിംഗറായി ഭാവപ്പകർച്ച നടത്തുന്ന മാന്ത്രിക വിദ്യ. ഇമ്രാന് മുന്നിൽ മുട്ടുവിറയ്ക്കാത്ത ഒരേ ഒരു ബാറ്റ്സ്മാനെ അക്കാലത്തുണ്ടായിരുന്നുള്ളൂ, ഇന്ത്യയുടെ സുനിൽ ഗവാസ്കർ. ബാക്കി ലോകത്തെ ബാറ്റിംഗ് ജീനിയസുകളെ മുഴുവൻ ഇമ്രാൻ മുട്ടിൽ പിറപ്പിച്ചു നിന്നു. പറഞ്ഞു കൊണ്ടുവരുന്നത് ഇതാണ്: മഹാരഥന്മാരോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒറ്റ കളിക്കാരനും ഇന്ന് പാകിസ്ഥാനിലില്ല. ബാബർ, ഷഹീൻ അഫ്രീദി ഇവരൊന്നും മോശക്കാരല്ല എന്ന് തുടക്കത്തിൽ തോന്നിച്ചെങ്കിലും അവരും പുറകോട്ട് പോയി. വെറും ശരാശരിക്കാരായ കുറച്ച് ആളുകളുടെ കൂട്ടമാണ് ഇന്ന് പാകിസ്ഥാന്റെ ടീം. 1-2 വലിയ കളിക്കാർ അരങ്ങുവാഴുമ്പോൾ കൂടെ നിന്ന് സഹായിക്കാൻ മാത്രമേ ആ കളിക്കാർക്ക് പറ്റുകയുള്ളൂ. ഒറ്റയ്ക്ക് ടീമിനെ തോളിലേറ്റാൻ അവർക്കാവില്ല. ക്രിക്കറ്റിൽ അത് പോരാ. ഇന്ത്യയുടെ സ്ഥിതി അല്പം ഭേദമാണ്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, അതുപോലെ ശുഭമാൻ ഗിൽ, രവിചന്ദ്രൻ അശ്വിൻ തുടങ്ങിയവരൊക്കെ തന്നെ ഒറ്റയ്ക്ക് ടീമിനെ ജയിപ്പിക്കാൻ കഴിവുള്ളവരാണ്. പുതിയ കളിക്കാരും വരുന്നുണ്ട്. ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ടിനും ഓസ്ട്രേലിയയുടെ സ്മിത്തിനും അങ്ങനെ ഒറ്റയ്ക്ക് ടീമിനെ ജയിപ്പിക്കാൻ കഴിയും. അത്തരം കളിക്കാരെ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ പാകിസ്ഥാന് പഴയ കാലത്തെ കേമത്തമോർത്ത് ഒരു മൂലക്കിരുന്ന് സ്വപ്നം കാണാനേ പറ്റൂ. Silly Point.